ഭാരതത്തിന്റെ വിദേശതന്ത്രം എപ്പോഴും അയൽപക്കം ആദ്യം, അതായത് നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന തത്വത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ 2026-27 കേന്ദ്ര ബജറ്റ് പുറത്തു വരുമ്പോൾ ഈ അയൽപക്ക ബന്ധങ്ങളിൽ വലിയൊരു അഴിച്ചുപണി നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾക്കനുസരിച്ച് ഭാരതം തന്റെ സാമ്പത്തിക സഹായങ്ങൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് ബംഗ്ലാദേശിനുള്ള സഹായത്തിൽ വരുത്തിയ വൻ കുറവും അഫ്ഗാനിസ്ഥാനോടുള്ള സമീപനത്തിൽ വന്ന മാറ്റവുമാണ്. ബംഗ്ലാദേശിന് നൽകി വന്നിരുന്ന വികസന സഹായം 120 കോടി രൂപയിൽ നിന്ന് 60 കോടി രൂപയായാണ് ഭാരതം വെട്ടിക്കുറച്ചത്. ഇത് കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, മറിച്ച് ആഴത്തിലുള്ള രാഷ്ട്രീയ സന്ദേശമാണ്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ധാക്കയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ഭാരതത്തിന് അനുകൂലമല്ലെന്ന സൂചനയാണിത്. ഹസീനയുടെ ഭരണകാലത്ത് ഭാരതവും ബംഗ്ലാദേശും തമ്മിലുണ്ടായിരുന്ന സുവർണ അധ്യായം ഇപ്പോൾ ഒരു തണുപ്പൻ യുദ്ധത്തിന് വഴിമാറിയിരിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ വിള്ളൽ കൂടുതൽ വ്യക്തമാകും. 120 കോടി രൂപ നീക്കിവെച്ചിരുന്നെങ്കിലും വെറും 34 കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ചിലവാക്കപ്പെട്ടത്. പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ തടസ്സങ്ങളും നയതന്ത്രപരമായ മരവിപ്പും ഇതിന് കാരണമായി. ധാക്കയിലെ പുതിയ ഭരണകൂടം പാകിസ്ഥാനുമായുള്ള ബന്ധം പുതുക്കുന്നതും ഭാരതവിരുദ്ധ ചേരികൾക്ക് അവിടെ ലഭിക്കുന്ന സ്വീകാര്യതയും ന്യൂഡൽഹിയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമത്തിലാണ് ഭാരതം. 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ഭാരതം ഇപ്പോൾ യാഥാർത്ഥ്യബോധമുള്ള നയതന്ത്രം, അതായത് പ്രാഗ്മാറ്റിക് ഡിപ്ലോമസിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുള്ള സഹായം 150 കോടി രൂപയായി വർദ്ധിപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. കാബൂളിലെ ഇന്ത്യൻ എംബസി വീണ്ടും തുറന്നതും താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തായി ഭാരതത്തിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ മാറ്റത്തിന്റെ ഭാഗമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദം നിയന്ത്രിക്കാനും മധ്യേഷ്യയിലേക്കുള്ള വ്യാപാര പാതകൾ ഉറപ്പാക്കാനും താലിബാനുമായി ഒരു പ്രവർത്തനപരമായ ബന്ധം ആവശ്യമാണെന്ന് ഭാരതം തിരിച്ചറിയുന്നു. മാനുഷിക സഹായം നൽകുന്നതിലൂടെ അഫ്ഗാൻ ജനതയുടെ മനസ്സിൽ ഇടം നേടാനും ഒപ്പം തന്ത്രപരമായ മേധാവിത്വം നിലനിർത്താനും ഈ ബജറ്റ് നീക്കത്തിലൂടെ ഭാരതം ലക്ഷ്യമിടുന്നു. ഹിമാലയൻ അയൽരാജ്യമായ ഭൂട്ടാനും നേപ്പാളിനും ഭാരതം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഭാരതത്തിന്റെ വിദേശ സഹായത്തിന്റെ പകുതിയോളം ലഭിക്കുന്നത് ഭൂട്ടാനാണ്. 2288 കോടി രൂപയാണ് ഭൂട്ടാന് അനുവദിച്ചിരിക്കുന്നത്. ഊർജ്ജ മേഖലയിലെ സഹായമാണ് ഇതിൽ പ്രധാനം. പുനാത് സാംഗു 2 ജലവൈദ്യുത പദ്ധതിയുടെ കമ്മീഷനും പുതിയ റെയിൽവേ ലിങ്കുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സംയോജനം വർദ്ധിപ്പിക്കും. നേപ്പാളിന് 800 കോടി രൂപ അനുവദിച്ചതിലൂടെ ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാനാണ് ഭാരതം ശ്രമിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാങ്കേതിക സഹായത്തിലും നേപ്പാളിനെ ചേർത്ത് പിടിക്കുന്നത് ഭാരതത്തിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറുന്ന ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകുന്ന സഹായം 400 കോടി രൂപയായി ഉയർത്തി. ശ്രീലങ്കയുടെ സാമ്പത്തിക സുസ്ഥിരത ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ മാലദ്വീപിന്റെ കാര്യത്തിൽ ചെറിയൊരു പിൻവാങ്ങൽ ദൃശ്യമാണ്. 500 കോടി രൂപയായാണ് മാലദ്വീപിനുള്ള വിഹിതം കുറച്ചത്. മുഹമ്മദ് മുയ്സുവിന്റെ ഭരണത്തിന് കീഴിൽ മാലദ്വീപ് സ്വീകരിക്കുന്ന ചൈന അനുകൂല നിലപാടുകൾ ഇതിന് കാരണമായിരിക്കാം. എങ്കിലും മൗറീഷ്യസിന് നൽകുന്ന സഹായം വർദ്ധിപ്പിച്ചത് ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ഭാരതം തന്റെ സ്വാധീനം വിപുലീകരിക്കുന്നതിന്റെ തെളിവാണ്. ഇന്ത്യയുടെ 2026 ബജറ്റിലെ ഈ വിഹിതങ്ങൾ വ്യക്തമാക്കുന്നത് വിദേശ നയം കൂടുതൽ കൃത്യവും ലക്ഷ്യബോധമുള്ളതുമായി മാറുന്നു എന്നതാണ്. കൂറുമാറിയവർക്കും അകലം പാലിക്കുന്നവർക്കും വ്യക്തമായ താക്കീത് നൽകുന്നതിനോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കുന്നവർക്ക് കരുതലേകാനും ഇന്ത്യ തയ്യാറാണെന്ന് ഈ കണക്കുകൾ പറയുന്നു. ദക്ഷിണേഷ്യയിലെ വലിയ ശക്തി എന്ന നിലയിൽ പ്രാദേശിക രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ ബാലൻസിംഗ് ആക്ട് വരും വർഷങ്ങളിൽ മേഖലയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.